ഏറ്റവും ബഹുമാന്യനായ പഞ്ചായത്ത് UDF-ന്റെ ചെയർമാൻ മുഞ്ഞക്കൽ ആബിദ്, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരനായ ഇസ്മായിൽ സാഹിബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഖാലിദ് സാഹിബ്, മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് AKT സലാം, പ്രിയപ്പെട്ട പഞ്ചായത്ത് UDF നേതാക്കന്മാരായ VT ഖാദർ ഹാജി, പ്രിയപ്പെട്ട കുഞ്ഞുദ്ദീൻകുട്ടി ഹാജി, ഇബ്രാഹിം, മുസ്ലിം യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും MSF-ന്റെയും പ്രവർത്തകർ, ബേബി, അതുപോലെ തന്നെ നമ്മുടെ UDF-ന്റെ വെട്ടിച്ചിറ ഡിവിഷനിലെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട VK അഷ്റഫ്, ഇക്ബാൽ, മറ്റു സഹപ്രവർത്തകർ, വളരെ സന്തോഷമുള്ള ഒരു ധന്യമുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. പഞ്ചായത്ത് UDF-ന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഒരു ഓഫീസ് സജ്ജമായിരിക്കുകയാണ്. ഈ ഓഫീസ് പരമാവധി എല്ലാ പ്രവർത്തകരും സന്ദർഭോചിതമായി ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇനി ഓരോ നിമിഷവും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും ബഹുദൂരം മുന്നിലാണ് UDF-ന്റെ പ്രവർത്തനം. 1 മുതൽ 24 വരെയുള്ള വാർഡുകൾ പരിശോധിക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ മുസ്ലിം ലീഗും ഇതുപോലെ UDF-ഉം സന്നദ്ധമാണ് എന്നതിന്റെ ഒരു നാന്ദി കുറിക്കുകയാണ്. ഈ സമയത്ത് നമ്മളെ എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ വാർഡിലും ഓരോ റൗണ്ട് പൂർത്തിയാക്കി എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് ചില സ്ഥാനാർത്ഥികളുമായി ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ ആളുകളെ നേരിട്ട് കാണുകയും വിദേശത്തുള്ള ആളുകളെ ഫോണിൽ സംസാരിക്കുകയും നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് നവംബർ 24. ഈ നവംബർ മാസത്തിന് 6 ദിവസം ബാക്കി. പിന്നീട് അടുത്ത മാസത്തിന് 10 ദിവസം കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം നമ്മൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മുടെ എല്ലാ വാർഡുകളിലും ഇവിടെ UDF നേരത്തെ ആബിദ് പറഞ്ഞതുപോലെ നമുക്ക് ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സലാം സാഹിബ്, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞുട്ടിയക്ക, വേദിയിലുള്ള പ്രിയപ്പെട്ട ഖാലിദ് സാഹിബ്, പ്രിയപ്പെട്ട ഖാദർ ഹാജി, സെയ്ദ് കരിപ്പോൾ, കുഞ്ഞുദ്ദീൻകുട്ടി ഹാജി, നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പർ ബ്ലോക്ക് സ്ഥാനാർത്ഥി കൂടിയായ പ്രിയപ്പെട്ട അഷ്റഫ് ലാൻമാട്ടോ, സുനോലിയ, ഇക്ബാൽ, നമ്മുടെ ബ്ലോക്ക് മെമ്പർ കൂടിയായ സ്ഥാനാർത്ഥിയായ അഷ്റഫ്, നമ്മളുടെ ആശംസ അറിയിക്കാൻ വേണ്ടി, അതുപോലെ നടുവട്ടം ഡിവിഷനിൽ നിന്ന് ഈ ആദവനാട് പഞ്ചായത്തിൻ്റെ 4 വാർഡ് ഉൾക്കൊള്ളുന്ന ആ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയപ്പെട്ട അഷ്റഫ് ലാൻമാട്ടോ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ഒട്ടഭ്യർത്ഥിക്കാനും അതുപോലെ നമ്മളൊക്കെ ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയാണ്. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് ആശംസ അറിയിക്കും. ത്തിന്റെ ഈറ്റില്ലമായ ഈ പ്രദേശത്ത് മത്സരിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ മറുഭാഗത്തെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ നിന്നുള്ള 4 വാർഡാണ്, എൻ്റെ വീട് ഉൾപ്പെടുന്ന 4 വാർഡ്. വളരെ സന്തോഷം ഉണ്ട്. കാരണം ഒരു ദീർഘമായ 1/4 നൂറ്റാണ്ട് നമ്മളൊരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, ET മുഹമ്മദ് ബഷീർ സാഹിബോട് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനറായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. സമദാനി സാഹിബ് മത്സരിച്ചപ്പോഴും നമ്മുടെ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് 24 സ്ഥാനാർത്ഥികളാണ്. എല്ലാവരെയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് മാത്രമേ കേൾപ്പിക്കാനുള്ളൂ.
അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടുപേരാണ് ഉത്തരത്താന ഡിവിഷനിൽ നിന്നും വെട്ടമാലിപ്പുഴ സാഹിബ്. തെരഞ്ഞെടുപ്പിൽ വൻ ലീഡോടുകൂടി നമ്മുടെ UDF-ന്റെ ഭരണസമിതി അധികാരത്തിൽ വരണം. അങ്ങനെ അധികാരത്തിൽ വരണമെങ്കിൽ നമ്മുടെ സാരഥികൾ വിജയിക്കുക. ഇവിടെ നമുക്കറിയാം, ഈ പഞ്ചായത്തിന്റെ ഭരണത്തിൽ നമുക്കറിയാം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഡിസംബർ 15-നാണ് ഇലക്ഷൻ വരുന്നത്. അതിന് മുൻകൂട്ടിയായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ വാർഡുകൾ മുതൽ ഓരോ പ്രവർത്തകരും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് മാറേണ്ട അവസ്ഥയാണ്. കാരണം നമ്മൾ 3-4 റൗണ്ട് നടക്കുന്ന സമയത്ത് 1-2 ആവാത്ത പല വാർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാത്ത വോട്ടും കുറച്ച വോട്ടും നമുക്ക്. അടുത്തതായി ഈ കുറുമ്പത്തൂർ ഡിവിഷനിലേക്കും ജനവിധി തേടുന്ന പ്രിയപ്പെട്ട വഹീദ, വനിതാ ലീഗിൻ്റെ പ്രസിഡന്റാണ്. വനിതാ ലീഗിന് ആദവനാട് പഞ്ചായത്തിൽ ഒരു മുഖം ഉണ്ടാക്കി കൊടുത്ത പ്രിയപ്പെട്ട വഹീദ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ വോട്ട് അഭ്യർത്ഥിക്കാനും ആശംസ അറിയിക്കാനും കൂടി സ്വാഗതം ചെയ്യും. എത്രയും ബഹുമാനം നിറഞ്ഞ എൻ്റെ UDF-ന്റെ നേതാക്കന്മാരെ, UDF പ്രവർത്തകരെ, UDF-ന്റെ സ്ഥാനാർത്ഥികളെ, എൻ്റെ സഹോദരിമാരെ, നമസ്കാരം. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതിന് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ ഒരു വിജയം നമുക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ വെട്ടിച്ചിറ ഡിവിഷനിൽ നിന്നും ജനവിധി നേടുന്ന പ്രിയപ്പെട്ട VK അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹം വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയും ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമുക്കറിയാം, നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിലാണ് എന്നുള്ളത്. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ പിടിക്കാൻ നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെട്ടിച്ചിറ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നത് ഞാനാണെന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോ എന്നെ കാണുന്നതിന് വേണ്ടി ഒരിക്കലും ഒരു വാർഡ് കമ്മിറ്റിയുടെ കത്തിന്റെയും ആവശ്യമില്ല. ഞാൻ കൂടെ ഉണ്ടാവും എന്നതാണ് അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF.